നമസ്കാരം. നിങ്ങളുടെ കുടുംബ ഐശ്വര്യത്തിന്, നമ്മുടെ കുടുംബത്തിലെ ഐശ്വര്യമില്ലായ്മയും കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് കുടുംബ ഐശ്വര്യത്തിനായിട്ട് നമുക്ക് വിഷ്ണു ഗായത്രി ജപിക്കുന്ന നല്ലതാണ്. ചില ആളുകൾ പറയാറുണ്ട് ഗായത്രി ജപിക്കാൻ പാടില്ല എന്ന്. പക്ഷെ അത് വെറുതെയാണ്. വിഷ്ണു ഗായത്രി കുടുംബ ഐശ്വര്യത്തിനും വ്യാഴം ദോഷത്തിലുള്ളവർക്കും ഒക്കെ വിഷ്ണു ഗായത്രി ജപിക്കുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും. 9 തവണ ദിവസവും നമ്മൾ ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്ന് 9 തവണ അതിരാവിലെ നെയ്വിളക്കിന് മുന്നിലിരുന്ന്, പ്രത്യേകിച്ച് വ്യാഴകാലഹോരയിൽ, വ്യാഴാഴ്ച ദിവസം അല്ലാത്ത ദിവസം മറ്റുള്ള കാലഹോരയിൽ നമ്മൾ, അതായത് അതിരാവിലെ സൂര്യോദയ സമയത്ത് 1 മണിക്കൂറാണ് നമ്മൾ പറയുന്നത്. ആ സമയത്ത് 9 തവണ എല്ലാ ദിവസവും നെയ്വിളക്കിന് മുന്നിലിരുന്ന് വിഷ്ണു ഗായത്രി നിത്യവും ജപിക്കുകയും അത് ജീവിതത്തിൽ സ്വായത്തമാക്കുകയും ചെയ്താൽ നിങ്ങളുടെ കുടുംബ ഐശ്വര്യവും വ്യക്തിപ്രഭാവവും വർദ്ധിക്കുന്നതാണ്. ചന്ദ്രദശ, ചന്ദ്രദോഷം മോശമായ, ചിലർ പറയാം മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്, മനോദുഃഖം, മനസ്സിന് പ്രശ്നങ്ങൾ, ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല, മനസ്സിനൊരു അപൂർണത. ശരിക്കും ചന്ദ്രന് പക്ഷബല കുറവ് വന്നു കഴിഞ്ഞാൽ ജാതകത്തിൽ അങ്ങനെയുണ്ടോ എന്നുള്ളതൊരു ദൈവജ്ഞനെ കൊണ്ട് നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. മനസ്സെ കൈവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ കൈവിടുന്നു തോന്നുന്ന അവസ്ഥ. അപ്പോൾ ചന്ദ്രന് പക്ഷബലക്കുറവ് വന്നു കഴിഞ്ഞാൽ ജാതകത്തിൽ അങ്ങനെയുണ്ടെങ്കിലും മനസ്സ് വളരെയേറെ അസ്വസ്ഥമാകാറുണ്ട്. എപ്പോഴും ഒരു അൺഹാപ്പിനെസ്, ഒരു അപൂർണത, ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ, മനസ്സിന് സ്റ്റെബിലിറ്റി ഇല്ലായ്മ, തീരുമാനങ്ങൾ എടുക്കാൻ ഉറപ്പില്ലായ്മ, ഇങ്ങനെയൊക്കെ വരാം. എന്തു വേണം, ഒരു മനോരോഗം ബാധിച്ചവരെ പോലെ നമുക്ക് ഉന്മാദമായ ചില അവസ്ഥകളൊക്കെ നമുക്ക് നേരിടേണ്ടതായിട്ട് വരാം. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, പക്ഷബലമില്ലാത്ത ചന്ദ്രനാണെങ്കിൽ പരിഹാരമായിട്ട് ശിവന് ധാര കഴിക്കുക, ക്ഷീരധാര കഴിക്കുക, കൂവളാർച്ചന നടത്തുക, പഞ്ചാക്ഷരി മന്ത്രം 1008 നിത്യവും ജപിക്കുക, ചന്ദ്രക്കല സമർപ്പിക്കുക, ഭഗവാന് ചന്ദ്രക്കല സമർപ്പിക്കുക. അതുപോലെ തന്നെ നിത്യവും നമ്മൾ മഹാദേവനെ ധ്യാനിക്കുകയും ഉപാസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചന്ദ്രന് പക്ഷബലക്കുറവുള്ളവരുടെ ചന്ദ്രന് ബലം ഉണ്ടാവുകയും ഒപ്പം തന്നെ ചന്ദ്രയന്ത്രം ധരിക്കുന്നതും ഉത്തമമായിരിക്കും.